ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം വളരെ കാര്യമായി വാരിക്കൂട്ടുന്ന സമ്പത്തോ, നമ്മൾ വളരെ പ്രിയമായി കരുതുന്ന ബന്ധുജനങ്ങളോ, നാം ഏറ്റവും സുന്ദരമായി സൂക്ഷിക്കപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളോ ഒന്നും തന്നെ നമുക്ക് തുണയല്ല. നമ്മുടെ ജീവിതത്തിലോ അതുപോലെ അന്ത്യവേളയിലോ ഇവയൊന്നും തന്നെ നമുക്ക് സഹായകം അല്ല. ധനം, ഇനി ആരോഗ്യമാണെങ്കിലോ എപ്പോഴും നമുക്ക് ഒരേപോലെ അനുകൂലമായി തീർന്നു എന്നും വരില്ല. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങി മാനിടും, സൗന്ദര്യം തീരെയറ്റുപോം. ഈ ശരീരത്തിലൊക്കെ നമ്മൾ എത്രമാത്രം അഭിമാനിക്കുന്നു. ഞാൻ വെളുത്തതാണ്, ഞാൻ സുന്ദരമാണ്, എന്നേക്കാൾ സൗന്ദര്യം വേറെ ഒരാൾക്കുമില്ല എന്നൊക്കെ നമ്മൾ ഈ ദേഹത്തിൽ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ ഈ ശരീര സൗന്ദര്യത്തിൻ്റെ ആഴം തൊലി വരെ മാത്രമാണ്. ത്വക്ക് വരെയാണ് ഇതിൻ്റെ ആഴം. ഇതേത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. ശരീരത്തിൻ്റെ അവസ്ഥയോ അനിത്യമാണ്, ക്ഷണികമാണ്. ഈ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടുന്നത്. അപ്പോൾ ധനം നശിക്കും, ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങി മാനിടും, സൗന്ദര്യം തീരെയറ്റുപോകും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയാണ്. ഇതിലൊന്നിലും നമ്മൾ അഹങ്കരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അഭിമാനിച്ചതുകൊണ്ടോ അഹങ്കരിച്ചതുകൊണ്ടോ കുറ്റം കൊണ്ടതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ഇതെല്ലാം മഴവില്ലുപോലെ തേഞ്ഞുമാഞ്ഞു പോകുന്നവയാണ് എന്ന സത്യം നാം എപ്പോഴും ഓർമ്മിക്കണം. ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം അനശ്വരരായിത്തീരുന്നു. ജ്യോതിസ്വരൂപമായിരിക്കുന്ന അതുമായുള്ള സംസർഗം നമുക്കുണ്ടായാൽ നമ്മളും ആ ജ്യോതിസ്വരൂപവും ഏകമാണെന്ന് നമുക്ക് ബോധ്യമാകും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന സർവേശ്വരനാണ് നമ്മെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചതും ഇവിടെ ജീവിപ്പിക്കുന്നതും ഇവിടെ നിന്നും തിരിച്ചു പോകാൻ കാരണമാകുന്നതും. അതിനാൽ ഞാൻ എൻ്റേതെന്ന ഭാവം വിട്ട് എല്ലാം സർവേശ്വരൻ്റെ ആണ് എന്ന ബോധത്തിൽ നമ്മെ തന്നെ അവിടേക്ക് സമർപ്പിച്ചാൽ നാം അമ്മയുടെ മടിയിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു സുരക്ഷാബോധമാണ് നമുക്കുണ്ടാവുക. ആ ബോധത്തെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ശരീരം രോഗഗ്രസ്തമാവട്ടെ, ആരോഗ്യത്തോടു കൂടിയിരിക്കട്ടെ, രണ്ടും നമ്മുടേതല്ല. അതുപോലെ നാം ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിലും ധനത്തിലും ഒന്നും തന്നെ അഭിമാനിക്കാൻ പാടില്ല. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങി മാനിടും. യൗവനം മെല്ലെ 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 മാഞ്ഞുകൊണ്ടേയിരിക്കും. വാർദ്ധക്യം തെളിഞ്ഞ് വരികയും ചെയ്യും. അവശതകൾ കൂടും ശരീരത്തിന്, ജരയും നരയും ബാധിക്കും. ഇതൊക്കെ ദേഹത്തിൻ്റെ സ്വഭാവമല്ലേ. പക്ഷെ അപ്പോഴും ഞാൻ ആരാണെന്ന പരമസത്യം നാം ബോധിക്കണം. ദേഹത്തിനാണ് ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യാദി ദശകൾ. അവയെ മാറ്റാൻ ആരാലും സാധ്യവുമല്ല. അത് പ്രകൃതി നിയമമാണ്. എന്നാൽ മാറാത്ത ഒന്നുമായുള്ള സംസർഗം നമുക്കുണ്ടായാൽ നമ്മളും ആ മാറാത്തതും ഏകമായ അനുഭൂതി തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നതാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതിനാൽ നാം ആ പരമ രഹസ്യമായിരിക്കുന്ന പരമസത്യത്തെ അറിയാൻ ഓരോ സെക്കൻഡും വിനിയോഗിക്കുക.
അതറിയാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങിമാഞ്ഞിടും, സൗന്ദര്യം തീരയറ്റുപോം.